ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹഗ്ഗായി പ്രവാചകൻ ആലയം പണിയുന്നതിന് ജനത്തെ ഉത്ബോധിപ്പിക്കുന്ന കാര്യമാണ്. നഷ്ടപ്പെട്ടു പോയ ആലയം, നഷ്ടപ്പെട്ടു പോയ ദൈവാലയം, അത് പുതുക്കി പണിയുന്നതിന്, നന്നാക്കി പണിയുന്നതിന് ജനം അമാന്തിച്ച് നിന്നു. ബാബിലോണിയയിലേക്ക് അടിമകളായിപ്പോയ ജനം തിരികെ വരാൻ അനുവാദം കിട്ടി, ശരി, നന്നായി. പക്ഷേ അവർ വന്നപ്പോൾ ആലയം പണിയല്ല അവർ ഒന്നാമത് ശ്രദ്ധിച്ചത്, സ്വന്തം വീട് പണിയാണ് അവർ ശ്രദ്ധിച്ചത്. പ്രവാചകൻ അവർ ശാസിച്ചു, റബ്യൂക്ക് പ്രവാചകൻ അവരെ ശാസിച്ചു. ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ സ്വന്തം വീട് പണിയാൻ ശ്രമിക്കുകയാണോ? ദൈവത്തിൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ശാസിച്ചു. പ്രവാചകൻ്റെ ശാസന ചെന്നപ്പോൾ ജനം ഉണർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്ന് ശാസിച്ചാൽ, ആത്മാവിലാണ് ശാസിക്കുന്നതെങ്കിൽ, ആ വ്യക്തിയുടെ സ്വന്തം മനസാക്ഷിയെയോ താല്പര്യത്തെയോ അതിക്രമിച്ച്, അതിനെ അവഗണിച്ച് പരിശുദ്ധാത്മാവ് നേരിട്ട് ആ വ്യക്തിയിൽ കൂടി സംസാരിക്കുകയാണെങ്കിൽ ആ പ്രവാചകൻ പറയുന്നത് കൈക്കൊള്ളുന്നവർക്ക് മഹാഭാഗ്യമായിരിക്കും. ആലയം പണിയുന്നതിന് വന്നതായി ജനം ആലയം പണിയാതെ, ആരാധന തുടങ്ങാതെ സ്വന്തം വീട് പണിയാൻ പോയതിന് പ്രവാചകൻ രോഷം പൂണ്ടു. പ്രവാചകൻ അമർഷത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കണം, നമ്മുടെ ജീവിതം ക്രിസ്തുവുമായി നേരെയാക്കിയിട്ടുണ്ടോ? നാം പല പല കാര്യങ്ങൾ, വീട് പണിയുന്നു, നാം മക്കളെ പഠിപ്പിക്കുന്നു, മക്കളുടെ വിവാഹം നടത്തുന്നു, മക്കൾക്ക് വേണമെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നു, നാം വാഹനങ്ങൾ വാങ്ങുന്നു, നാം ഉള്ള സ്ഥലത്തെല്ലാം എന്തെങ്കിലും കൃഷികൾ ചെയ്യുന്നു. കൊള്ളാം, നല്ലത്. പക്ഷേ ആദ്യം ക്രിസ്തുവുമായി നിരപ്പാകണം. യേശു ക്രിസ്തുവുമായി നിരപ്പാകാതെ, യേശു ക്രിസ്തുവിനോട് ഒന്നായി ചേരാതെ നാം എന്തെല്ലാം ഇവിടെ ചെയ്താലും, എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഒന്നും നിലനിൽക്കുകയില്ല. അത് മരണത്തിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയില്ല. മരണത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും നമ്മുടെ കൂടെ പോരുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടല്ലോ, നിത്യതയുണ്ടല്ലോ. ഞാനും പോകും, നിങ്ങളും പോകും. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും വൈകുന്നേരം നിങ്ങൾ കിടക്കാൻ നേരത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവേ, നാളെ പ്രഭാതം ഞാൻ കാണുമോ? എനിക്കറിയാൻ വയ്യ. നാളെ പ്രഭാതത്തിൽ ഞാൻ ഒരു ജഡമായി കിടക്കുകയായിരിക്കുമോ? ശവശരീരമായിട്ട് കിടക്കുകയായിരിക്കുമോ? നാളെ സന്ധ്യയാകുന്നതിന് മുമ്പ് എൻ്റെ ഈ ശരീരം മണ്ണിനിടയിലാകുമോ? കർത്താവേ, നാളെ ഒരു ദിവസം എന്തായിരിക്കും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കൊരു ബോധ്യം വേണം ഈ കാര്യത്തിൽ, ഒരു തീരുമാനം വേണം ഈ കാര്യത്തിൽ. നിസ്സാരമായിട്ട് ചിന്തിക്കരുത്. എൻ്റെ ആയുസ് എന്ന് പറയുന്നത് നിസ്സാരമാണ്. സങ്കീർത്തനം 39:4 വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. 39:4 വാക്യം മുതൽ, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും ഞാൻ അറിയിക്കണമേ. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഏത് മനുഷ്യനും, എല്ലാവരുമാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. ഒറ്റയ്ക്കൊരു ശ്വാസം മാത്രം. തീരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ശ്വാസം നിലച്ചു പോകാൻ പ്രത്യേകം കാരണമൊന്നും വേണ്ട, രോഗമൊന്നും വേണ്ട. ശ്വാസം നിലച്ചു പോകാം. മെഡിക്കൽ സയൻസ് പറയുന്നത് ഓരോരുത്തരിലും ഇത് പ്രത്യേക കാരണം ഒന്നും കൂടാതെ ശ്വാസം നിലച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഒരു കാരണവും, ഒരു രോഗമില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം നിലച്ചു പോകാം. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം. ഒരു നിഴലായി നടക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം, നാം ഈ ഭൂമി കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നും. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു. രാത്രി 12 മണിക്കൂറുള്ളതിൽ ഒരു 7 മണിക്കൂർ ഉറങ്ങിയിരിക്കട്ടെ. ആ 7 മണിക്കൂർ ഉറങ്ങുന്നതിൽ ഒരു 4-5 മിനിറ്റാണ് ഒരു സ്വപ്നം കാണുന്നത്. സ്വപ്നം കണ്ടു കഴിഞ്ഞു. പിന്നീട് നാം ആ സ്വപ്നം കഴിഞ്ഞ് നോക്കുമ്പോൾ പഴയതുപോലെ തന്നെ ആ സ്വപ്നമെല്ലാം അത് വെറും വ്യർത്ഥം, അല്ലെങ്കിൽ അതൊന്നും സ്ഥായിയായതല്ല, നിലനിൽക്കുന്നതല്ല, ഒന്നും അങ്ങനെ തന്നെ ഉള്ളതല്ല, സ്വപ്നമാണ് എന്നതുപോലെ നീണ്ട ആയുസ്സിൽ നാം ഈ നിത്യതയോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം സ്വപ്നം പോലെ. അക്കരെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ ഈ ചില കാര്യങ്ങളൊക്കെ ഓർത്തു വരും, ഭൂമിയിലെ കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കടന്നു പോകുന്ന മനുഷ്യൻ, അവൻ ഈ ഭൂമിയിൽ വെച്ച് ദൈവവുമായി നിരപ്പായി തീരുക, ദൈവവുമായി ഒന്നായി തീരുക. ദൈവത്തിന് സ്തോത്രം.
കർത്താവായ യേശുക്രിസ്തുവുമായി നിങ്ങൾ സൗഹൃദ സംഭാഷണം നടത്തുന്നവരായി തീരണം. നിങ്ങൾ ക്രിസ്തുവിനോട് വർത്തമാനം പറയുന്നവരായിരിക്കണം. ഒരു നല്ല സ്നേഹിതനോട് ഉള്ളു തുറന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ അരികിൽ നിങ്ങൾക്കിരുന്ന് പറയാം. നിങ്ങളുടെ പ്രാരബ്ധങ്ങൾ പറയാം, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പറയാം, നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ പറയാം, നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയാം, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പറയാം, എല്ലാം തുറന്നു പറയാം. അതിന് ഇന്ന സഭ വേണമെന്നില്ല, ഇന്ന സഭയിലായിരിക്കണമെന്നില്ല, ഇന്ന സമുദായത്തിലായിരിക്കണമെന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സഭയല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്, നമ്മുടെ സ്വഭാവമാണ് മാറേണ്ടത്. ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് നിങ്ങൾക്ക് എല്ലാം തുറന്നു പറയാം. നിങ്ങളുടെ പരാധീനതകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങളുടെ വീഴ്ചകൾ, നിങ്ങളുടെ താഴ്ചകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എല്ലാം തുറന്നു പറയാം. തുറന്നു പറയുമ്പോൾ എല്ലാം കർത്താവ് കേട്ടുകൊണ്ടിരിക്കും. ഭൂമിയിലെ മനുഷ്യനാണെങ്കിൽ അയ്യോ മതി, നമുക്ക് ഇനി പിന്നീട് അവസരത്തിൽ സംസാരിക്കാമെന്ന് പറയും. കർത്താവ് അങ്ങനെയല്ല. സ്നേഹിത, നീ പറയുന്നതെല്ലാം കേൾക്കാൻ കർത്താവ് കാതോർത്തിരിക്കുകയാണ്, എല്ലാം കേൾക്കാൻ. നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു ദിവസം ഏതെങ്കിലും പ്രത്യേക സമയം പ്രാർത്ഥിക്കാനുണ്ടോ? രാവിലെയും വൈകുന്നേരത്തുള്ള പ്രാർത്ഥനയല്ല, പ്രൈവറ്റ് പ്രേ സ്വന്തമായിട്ടുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള സമയമുണ്ടോ? നിങ്ങളെ കാത്ത് കർത്താവ് അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ വരുന്നത് കാത്ത് കർത്താവ് അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമെന്ന് കർത്താവിന് അറിയാം. ആ സമയം തെറ്റരുത്. അത് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അവിടെ ചെന്ന് കർത്താവിൻ്റെ പാദത്തിൽ മുട്ടുകുത്തണം. അവിടെ ചെന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കർത്താവുമായൊരു ബന്ധം വരണം. കർത്താവുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടണം. നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് തിരികെ വരണം. റബ്യൂക്ക്, ശാസന കിട്ടി, ജനത്തിന് ശാസന കിട്ടി. ഹഗായി പ്രവാചകൻ ശാസിച്ചു. രണ്ടാമത്തെ കാര്യം എൻകറേജ് ചെയ്തു. എൻകറേജ്മെൻറ്റ്. എന്താണ് എൻകറേജ് ചെയ്തത്? എൻകറേജ് ചെയ്തത് അവിടെ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം. ഗവർണറായ സെരുബ്ബാബേലും പുരോഹിതനായ യഹോസാദാക്കിനവനായ യോശുവയും ജനത്തിന് പ്രോത്സാഹനം കൊടുത്തു. 3 ഭരണകേന്ദ്രങ്ങളുണ്ടായിരുന്നു: രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ. ഇവർ മൂവരും കൂടി ചേർന്നാണ് ജനത്തിൻ്റെ ക്ഷേമം അന്വേഷിച്ചത്. അവർ തമ്മിൽ വിഘടനം ഉണ്ടായിരുന്നില്ല. എവിടെയെല്ലാം ഏതെല്ലാം കാലത്ത് അവർ വിഘടനം ഉണ്ടായിട്ടുണ്ടോ? രാജാവ് പ്രവാചകന്റെ വാക്ക് കേൾക്കാതെ പോയിട്ടുണ്ടോ? പുരോഹിതൻ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുടങ്ങിപ്പോയിട്ടുണ്ടോ? അപ്പോഴെല്ലാം പ്രജകൾക്ക് നഷ്ടം വരും. എപ്പോഴും രാജാവും രാജത്വവും, പ്രവാചനം പ്രവചനം, 3 പൗരോഹിത്യവും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇന്ന് നിർഭാഗ്യവശാൽ ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. പ്രവാചകന്മാർ പ്രവചിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. പ്രവാചകന്മാർ പ്രവചിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുകയും ചെയ്യണം, സംസാരിപ്പിക്കണം, അവർക്ക് പറയാൻ അവസരം കൊടുക്കണം. അത് പുരോഹിതന്മാരും രാജാവും ചെയ്യേണ്ട കാര്യമാണ്. ഈ പ്രവാചകൻ പറയുന്നത് സ്വർഗത്തിൽ നേരിട്ട് കിട്ടുന്ന അരുളപ്പാടുകൾ രാജാവിനെയും പുരോഹിതനെ അറിയിക്കുന്നു. പുരോഹിതൻ ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നു. രാജാവോ ജനത്തെ ആ പ്രവചനത്തിനൊത്തതുപോലെ വഴി നടത്തുന്നു, ഭരിക്കുന്നു. ഇങ്ങനെയുള്ള 3 ഭരണശിലാകേന്ദ്രങ്ങൾ അന്ന് പ്രവർത്തിച്ചിരുന്നു. ഇന്നിതെല്ലാം താറുമാറായി കിടക്കുകയല്ലേ. ഇന്ന് ആർക്കും പ്രത്യേകിച്ചൊരു ആരോടും ഒരു കടപ്പാടുമില്ല, യാതൊരു ബാധ്യതയുമില്ല. തോന്നിയതുപോലുള്ള ജീവിതമല്ലേ ഇന്ന് പലയിടത്തും കാണുന്നത്. സഭകൾ മുടിയുന്നു, വിശ്വാസികൾ തകരുന്നു, ജനസമൂഹം ചിഹ്നിക്കുന്നു. ഇന്ന് നാഥനില്ല കളരി പോലെയാകുന്നു. ഇടയില്ലാത്ത ആടുകളെപ്പോലെ ആടുകൾ ചെതറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എൻകറേജ് ചെയ്യണം. ഈ സമയത്താണ് എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനം കൊടുക്കണം. ജനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത് സെരുബ്ബാബേൽ ഗവർണറും, ജനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത് യഹോസാദാക്കിൻ്റെ മകനായ യോശുവയും. വേദപുസ്തകം അങ്ങനെ പറയാൻ കാരണം വേദപുസ്തകത്തിൽ നൂൻ്റെ മകനായ യോശുവയുണ്ട്, യഹോസാദാക്കിൻ്റെ മകനായ യോശുവയുണ്ട്. നൂൻ്റെ മകനായ യോശുവ മോശയ്ക്ക് ശേഷം ജനത്തെ നടത്തിയ ഒരു ദേവദാസനാണ്. എന്നാൽ യഹോസാദാക്കിൻ്റെ മകനായ യോശുവ ഒരു മഹാപുരോഹിതനാണ്. മഹാപുരോഹിതനും ഗവർണറും രണ്ടുപേരും ജനത്തെ പ്രോത്സാഹിപ്പിച്ചു, ദൈവത്തോട് അടുക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് നാം കാണുന്നത് അവർക്ക് അവിടെ പുരോഹിതന്മാർക്ക് കുറ്റബോധം വരുന്നതിന് അവരോട് സംസാരിച്ചു. പുരോഹിതന്മാരോട് സംസാരിച്ചു. നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കൂ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം മുതൽ. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 9-ാം മാസം 24-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്തെന്നാൽ, ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ വിശുദ്ധമാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണസാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്നേ ഉത്തരം പറഞ്ഞു. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ
അവയിലൊന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകുമെന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിനെ ഹഗ്ഗായി ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിലാകുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ. അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തെങ്കിൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചുകൊള്ളുവീൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കന്മഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളെയും ദണ്ഡിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുളെന്ന് മനസ്സിലായോ? ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ആവശ്യമില്ല. പക്ഷേ അവിടെ പറയുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. പുരോഹിതന്മാരും തെറ്റിപ്പോയി, പുരോഹിതന്മാർ തെറ്റിപ്പോയി, ജനത്തിൻ്റെ പുരോഹിതന്മാർ തെറ്റിപ്പോയി. പുരോഹിതനോട് പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. അവർക്ക് കൺവിക്ഷൻ വരാൻ പ്രവർത്തിക്കണം. കൺവിക്ഷൻ, മൂന്നാമത്തെ കൺവിക്ഷനാണ്. ഒന്നാമത്തേത് റെബ്യൂക്ക്, ശാസന. രണ്ടാമത്തേത് എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനം. മൂന്നാമത്തേത് കൺവിക്ഷൻ. പുരോഹിതന്മാർക്ക് കൺവിക്ഷൻ വരേണ്ടിയിരിക്കുന്നു, കുറ്റബോധം വരേണ്ടിയിരിക്കുന്നു. ജനത്തിന് വേണ്ടി ദൈവസേനയിൽ മധ്യസ്ഥ വഹിക്കാൻ ചെല്ലേണ്ട പുരോഹിതൻ ജനത്തേക്കാൾ കഷ്ടമായ രീതിയിൽ ജീവിച്ചാൽ എത്രയോ ഭയാനകമായിരിക്കും. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട പുരോഹിതനാണ്, ജനത്തിനു വേണ്ടി ദൈവസേനയിൽ ഇടനില നിൽക്കേണ്ട പുരോഹിതനാണ്. ആ പുരോഹിതൻ തെറ്റിപ്പോകുന്നു. അവർക്കുള്ള കേടവരറിയുന്നില്ല, അവരുടെ പാപത്തെക്കുറിച്ച് അവർ ഓർക്കുന്നില്ല, അനുഭവിക്കുന്നില്ല. അവർക്ക് കൺവിക്ഷൻ കൊടുക്കാൻ ശ്രമിച്ചു. പ്രവാചകനായ ഹഗ്ഗായി കൺവിക്ഷൻ കൊടുത്തു. ആദ്യം റിബ്യൂക്ക് കൊടുത്തു, ജനത്തിന് റിബ്യൂക്ക് കൊടുത്തു, ശാസന കൊടുത്തു. ഇപ്പോൾ പുരോഹിതന്മാർക്ക് കുറ്റബോധം കിട്ടാൻ, കൺവിക്ഷൻ, കുറ്റബോധം കിട്ടാനായിട്ട് അവരോട് സംസാരിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഈ വിശുദ്ധിയെ തൊടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമുള്ളത്? ആര് തന്നു നിങ്ങൾക്ക് ഈ അധികാരം? നിത്യനായ ദൈവം അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ആരുടെ സേവകരാണ്? നിങ്ങൾ പിശാചിൻ്റെ സേവകരായിട്ട് നിൽക്കുകയല്ലേ? ഹഗ്ഗായി പ്രവാചകൻ ശക്തമായി പ്രവചിച്ചു. പുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് തൃപ്തിയായില്ല. പ്രവാചകനെ അപ്പോൾ ധിക്കരിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ കേട്ട് നിന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും പ്രവാചകൻ ഒരു അല്പം പോലും സംശയമില്ലാതെ അവർ ശക്തമായി ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. അശുദ്ധി കഴുകിക്കളയാൻ മനസ്സില്ലാത്ത പുരോഹിതന്മാരെ ശാസിച്ചു. അശുദ്ധി കഴുകിക്കളയാൻ മനസ്സില്ലാതെ ഇരിക്കുന്ന പുരോഹിതന്മാർക്ക് കുറ്റബോധം കിട്ടുവാൻ അവരോട് സംസാരിച്ചു. സ്നേഹിതരെ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണെങ്കിൽ അപ്പനിലായാലും അമ്മയിലായാലും അല്ല വേറെ ആരായാലും എത്ര മുതിർന്നവരായാലും തെറ്റ് കണ്ടാൽ നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നാൽ തെറ്റ് അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. തെറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരില്ലെങ്കിലും തെറ്റ് വന്നാൽ അത് ശക്തമായി ശാസിക്കണം. ശാസിച്ചെങ്കിൽ മാത്രമേ അവർ നന്നാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം കറക്ഷൻ നമുക്ക് ആവശ്യമാണ്, എന്തുമാത്രം ഈ കൺവിക്ഷൻ, കുറ്റബോധം കിട്ടുന്നതിന് എന്തുമാത്രം വചനം നമുക്ക് ആവശ്യമാണ്. ഓരോ വചന സൂക്ഷിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറിഞ്ഞിരിക്കുന്ന ചില തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് തരണമേ. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എനിക്ക് ഇനിയും തെറ്റ് തിരുത്താനുള്ളതെന്ന് മനസ്സാക്കി തരണമേ. എൻ്റെ ജീവിതം എത്രയോ നിസ്സാരം. ഈ നിസ്സാരമായ ജീവിതത്തിൽ, ഈ താൽക്കാലികമായ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കളഞ്ഞാൽ കർത്താവേ എൻ്റെ ഭാവി ഏറ്റവും ഭയാനകമായി തീരുമല്ലോ. നിത്യനരകാഗ്നിയിലേക്ക് ഞാൻ പോകുമല്ലോ, നിത്യദണ്ഡനത്തിലേക്ക് ഞാൻ പോകുമല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിത്യ സ്വർഗത്തിൽ ഞാൻ എത്തുന്നതിന് തടസ്സമായി എന്തെല്ലാം ഉണ്ട്? ഈ ഭൂമിയിൽ ഞാൻ നിവർത്തിക്കേണ്ടതായ എൻ്റെ ശുശ്രൂഷകൾ നിവർത്തിക്കുന്നതിന് തടസ്സമായി എനിക്ക് എന്തെല്ലാം ഉണ്ട്? ഞാൻ ചെയ്തു തയ്ക്കേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തയ്ക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് എനിക്ക് എന്തെല്ലാം ഉണ്ട്? കർത്താവെ കാണിച്ചു തരണമേ. എനിക്ക് സ്വയമായി ബോധ്യമുള്ളതെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞു കർത്താവെ, എല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം, എന്തെല്ലാമോ ഒക്കെ ഉണ്ട്. എൻ്റെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില ധാരണകളുണ്ട്, എൻ്റെ അബോധ മനസ്സിൽ കിടക്കുന്ന ചില ഭാവങ്ങളുണ്ട്. ഭാവം, മനോഭാവം. കർത്താവെ, എൻ്റെ ബോധ മനസ്സിൽ എനിക്ക് ഓർമ്മയിലുള്ളതായ പല ഭാവങ്ങളുമുണ്ട്. ഇതെല്ലാം വ്യക്തമായി കാണിച്ചു തന്ന് എനിക്ക് തകർന്നൊരു ഹൃദയം തരണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം കുറ്റബോധം കിട്ടുക എന്നുള്ളതാണ്, പാവബോധം കിട്ടുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പാവബോധം കിട്ടും. നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടെ പാപത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു വെളിവ് കിട്ടും. നിങ്ങളുടെ പോക്ക് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വെളിവ് കിട്ടും.
ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതാണ് നടക്കുന്നത്. ഇവിടെ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ. ആകെ ശുദ്ധീകരണം പ്രാപിക്കുക, അകത്തെ പാപവും കൂടി മാറ്റി കിട്ടുക, അകത്തെ ശുദ്ധീകരണം നടക്കുക, ജീവിതം ആകമാനം കഴുകപ്പെടുക, ക്രിസ്തു രക്തത്താൽ കഴുകപ്പെടാൻ സാധിക്കുമെന്ന് അത് വ്യക്തമായി പ്രതിപാദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സഭയെക്കുറിച്ചും പറയുന്നില്ലല്ലോ, ആരെക്കുറിച്ചും പറയുന്നില്ലല്ലോ, രാഷ്ട്രീയം പറയുന്നില്ല, സഭയുടെ കാര്യം പറയുന്നില്ല, സമുദായത്തിൻ്റെ കാര്യം പറയുന്നില്ല, മതങ്ങളുടെ കാര്യം പറയുന്നില്ല, ഏതെങ്കിലും മത ഉപദേശം പറയുന്നില്ല, ഒന്നുമല്ലല്ലോ. സഭ മാറ്റുന്നില്ല, സഭ മാറുന്നില്ല, മതം മാറ്റുന്നില്ല. എന്താണ് നടക്കുന്നത്? നിങ്ങൾ ചിന്തിക്കൂ, എന്താണ് ആകെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം. ആഴങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുന്നു, കൺവിക്ഷൻ തരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും, പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, ദൈവനീതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബോധം വരുത്തും. ദൈവനീതി അനുഭവിച്ചില്ലെങ്കിൽ, ഇവിടെ വെച്ച് അനുഭവിച്ചില്ലെങ്കിൽ വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ളതായ ഓർമ്മ തരും. ദൈവത്തിന് സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നിങ്ങളോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുകയാണ്. എൻ്റെ അഭിപ്രായമല്ല ഞാൻ ഈ പറയുന്നത്. കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് തരാൻ തന്നത് നിങ്ങളുടെ അടുക്കൽ പറയുന്നു മാത്രമേ ഉള്ളൂ. എന്താണത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൺവിക്ഷൻ വരണം, കുറ്റബോധം വരണം. കുറ്റബോധം വന്ന് നിങ്ങൾ നെടുവീർപ്പെടണം. എൻ്റെ കർത്താവെ എന്നെ രക്ഷിക്കണമേ, എൻ്റെ ദൈവമേ എൻ്റെ പാപം വലുതായിരിക്കുന്നല്ലോ, എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ കടന്നു വരണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കണമേ, എൻ്റെ കർത്താവെ എൻ്റെ തെറ്റുകൾ അവിടുന്ന് കാണുന്നത് പോലെ തന്നെ എനിക്ക് കാണുവാനുള്ള കൃപ തരണമേ, അവിടുന്ന് കാണുന്നത് പോലെ എൻ്റെ തെറ്റുകൾ എനിക്ക് കാണുവാൻ തക്കവണ്ണം എനിക്കൊരു വെളിവ് തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം നിങ്ങളുടെ നേരെ തിരിയും. സ്നേഹത്തോടെ കർത്താവ് നിങ്ങൾ നോക്കും. കുറ്റബോധത്തോടെ പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് കടാക്ഷിക്കും. കുറ്റബോധത്തോടെ വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ അഭയാചന ചെയ്യുന്നവനെ കർത്താവ് കടാക്ഷിക്കും, കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ തൃക്കരം നിങ്ങളുടെ നേരെ നീട്ടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണത്. ഇന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവമാക്കാം. നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ കർത്താവേ തെറ്റുകളുണ്ടല്ലോ കർത്താവേ, ഇതൊന്ന് മാറിക്കിട്ടണമല്ലോ കർത്താവേ, ഇതെന്നിൽ നിന്ന് പറിച്ചു മാറ്റണമല്ലോ കർത്താവേ, ഇത് നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ലല്ലോ. നിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് എൻ്റെ അകത്തുനിന്ന് എല്ലാ തെറ്റുകളും മാറ്റിക്കളയണമേ, എല്ലാ പാവങ്ങളും മാറ്റിക്കളയണമേ. പൂർണ്ണ വിശുദ്ധനായി നിൻ്റെ തിരുമുമ്പാകെ നിൽപ്പാൻ എന്നെ യോഗ്യനാക്കി തീർക്കണം. വേറൊന്നും വേണ്ട കർത്താവേ, എനിക്ക് ഞാനോടൊന്നും ചോദിക്കുന്നില്ല, വേറൊന്നും ചോദിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യമുള്ളൂ. അതുകൊണ്ട് കർത്താവേ എന്നെ പൂർണ്ണമായി നീ വിശുദ്ധീകരിക്കണമേ. മാനുഷിക അംശങ്ങളെല്ലാം എന്നിൽ നിന്ന് മാറ്റി മാറ്റി എന്നെ ആത്മീക വശത്തിലേക്ക് തിരിക്കണമേ. മാനുഷിക അംശങ്ങളെല്ലാം എന്നിൽ നിന്ന് ദൂരീകരിച്ച് എൻ്റെ കർത്താവെ ദൈവീകനാക്കി എന്നെ മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, സാധിക്കും വേണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഈ സമയം തന്നെ പ്രാർത്ഥിക്കൂ, ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിനോട് യാചിക്കൂ, കർത്താവേ എന്നെ നീ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ, എന്നെ നീ രക്ഷിക്കണമേ, എന്നെ നീ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 1 റെബ്യൂക്ക്, 2 എൻകറേജ്മെൻറ്റ്, 3 കൺവിക്ഷൻ. ദൈവത്തിന് സ്തോത്രം. 4 എന്താണ്? പ്രോമിസ് ടു സെരുബാബേൽ. സെരുബാബേലിനൊരു പ്രോമിസ് കൊടുക്കുകയാണ്. സെരുബാബേലിന് വചനം അനുസരിക്കുന്ന ദൈവദാസനെ ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. വായിക്കാം. 2-ാം 20-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായെന്തെന്നാൽ, നീ യഹൂദ ദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും, കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരൻ്റെ വാളിനാൽ വീഴും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായി ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമുദ്രമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. എന്ത് മനോഹരമാണ്. സെരുബ്ബാബേലിന് കർത്താവ് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ എടുത്ത് എൻ്റെ വലം കൈയിലെ മുദ്രാമോതിരമാക്കും. നമ്മെ ജീവനുള്ള ദൈവത്തിൻ്റെ വലം കരത്തിലെ മുദ്രാമോതിരമാക്കും. മുദ്രാമോതിരം ഉത്തമഗീതങ്ങളുടെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ കാണാം മുദ്രാമോതിരത്തെക്കുറിച്ച്. നിൻ്റെ വലം കൈയിൽ മുദ്രാമോതിരമാക്കി നീ അണിയിക്കണമേ എന്ന്. മുദ്രാമോതിരം ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ മുദ്രയുള്ള ഒരു മുദ്രാമോതിരമാക്കി നമ്മെ മാറ്റും. ദൈവത്തിൻ്റെ വേല വിശുദ്ധിയോടെ ചെയ്താൽ, വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം നമ്മെ പിറകിലാക്കുകയില്ല. ദൈവം നമ്മെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. എൻ്റെ ദാസനായ ശെയൽത്തീയേലിൻ്റെ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ വലം കൈയിൽ മുദ്രാമോതിരമാക്കും. എന്തൊരു കനത്ത വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
കർത്താവിൻ്റെ വലങ്കയിൽ മുദ്രാമോദരമായി തീരുക, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ചിഹ്നമായി മാറുക, അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമായി മാറുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് പറയുകയില്ല. നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കർത്താവ് നിങ്ങളോട് പറയുകയില്ല. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്നെ എൻ്റെ വലം കൈയിലെ മുദ്രാമോദരമാക്കും. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനെ മുദ്ര വഹിക്കുന്ന മുദ്രാമോദരമാക്കി, ക്രിസ്തുവിൻ്റെ അധികാരം വഹിക്കുന്ന മുദ്രാമോദരമാക്കി നിങ്ങൾ മാറ്റും. സ്തോത്രം. നിങ്ങൾ ആഗ്രഹിക്കണം, എക്സ്പെക്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി, വൻ കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ പ്രേ ആൻഡ് പ്രേ എവർ മോർ. ആറേ ടോറി പറഞ്ഞതാണ്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം, വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. ചെറുത് പോരാ. ഇപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നത്, കർത്താവ് എൻ്റെ ഈ തലവേദന മാറ്റി തരണേ. ആവശ്യമാണ്, ഇല്ലെന്നല്ല. കർത്താവ് എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തരണേ. ഓക്കെ, അതൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ അതല്ല പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ കർത്താവേ, വൻ കാര്യം ഞാൻ ചോദിക്കുകയാണ്. നിൻ്റെ വലം കൈയിലെ ഒരു മുദ്രാമോദരമാക്കി വിളങ്ങാൻ എന്നെ നീ യോഗ്യനാക്കി തീർക്കണമേ. നിൻ്റെ വലം കൈയിലെ ഒരു മുദ്രാമോദരമാക്കി എന്നെ നീ തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സർവ്വ നിക്ഷേപങ്ങളും മുഴുവനായി ചേർത്തിരിക്കുന്നതായ ഒരു മുദ്രാമോദരമാക്കി എന്നെ തീർക്കണമേ. സകല നിക്ഷേപങ്ങളും, സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങളെല്ലാമുള്ള ഒരു മുദ്രാമോദരമാക്കി എന്നെ മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശത്തോടെ പറയണം, കർത്താവേ, അങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ വെച്ച് സാധിക്കുമെങ്കിൽ അതെനിക്കാകണം. പറയണം, അങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ വെച്ച് സാധിക്കുമെങ്കിൽ, അങ്ങനെ ക്രിസ്തുവിൻ്റെ വലം കൈയിലെ മുദ്രാമോദരമാകാൻ ഈ ഭൂമിയിൽ വെച്ച് സാധിക്കുമെങ്കിൽ എനിക്കത് വേണം കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളതിനു വേണ്ടി ഒന്നും നഷ്ടപ്പെടുത്തേണ്ട, ഒന്നും നഷ്ടപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പറയുകയാണ്. നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, നിൻ്റെ വലം കൈയിൽ മോതിരമാക്കി എന്നെ മാറ്റണമേ എന്ന്. നിൻ്റെ വലം കൈയിൽ നീ അണിയുന്ന, എപ്പോഴും നീ കാണുന്ന ഒരു മുദ്രാമോതിരമാക്കി എന്നെ നീ മാറ്റണമേ എന്ന്. സ്തോത്രം. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. അവിടെ ഹഗായി പ്രവാചകൻ പറയുന്നത് ഒന്നുകൂടെ വായിക്കാം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗായിക്കുണ്ടായത് എന്തെന്നാൽ, നീ യഹൂദ ദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ദൈവത്തിന് സ്തോത്രം. 19-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? നിങ്ങൾക്ക് വിത്തുണ്ട്, കളപ്പുരയിൽ വിത്തുണ്ട്. കളപ്പുരയിൽ വിത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? വലിയ മൂലധനമൊക്കെ ഉണ്ട്. സഭയ്ക്ക് വലിയ വലിയ ആധ്യാത്മിക ചൈതന്യമുള്ള മൂലധനമുണ്ട്. പൂർവ്വപിതാക്കന്മാർ കാണിച്ചു തന്നതായി നല്ല വിശുദ്ധ വഴിയുണ്ട്, എല്ലാം ഉണ്ട്. സഭയ്ക്കൊന്നിനും കുറവില്ല, ഒരു സഭയ്ക്കും കുറവില്ലെന്ന് ഞാൻ പറയും. കത്തോലിക്ക സഭയ്ക്കാണെങ്കിലും, യാക്കോബായ സഭയ്ക്കാണെങ്കിലും, ഓർത്തഡോക്സ് സഭയ്ക്കാണെങ്കിലും, ഏത് സഭയ്ക്കും, ഏത് സഭയാകട്ടെ, ഏത് സഭയ്ക്കും അതിൻ്റെ ഒരു മൂലധനമുണ്ട്. എന്താ? പണമല്ല, ട്രഷറിയിൽ പണമുണ്ടെന്നുള്ളതല്ല, ഉള്ളത് സ്വർഗീയമായ രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ മുദ്രയുണ്ട്. അത് സഭയ്ക്ക് പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് കിട്ടിയതാണ്. പക്ഷേ വിത്തുണ്ട്, പക്ഷേ കളപ്പുരയിൽ കിടക്കുന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. കളപ്പുരയിൽ വിത്ത് കിടക്കുന്നു, കളപ്പുരയ്ക്കകത്ത് വിത്ത് നിറയുണ്ട്, ഒന്നും എടുക്കുന്നില്ല. സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇത് കേട്ടിട്ട് നിങ്ങളൊരു കാര്യം തീരുമാനിക്കുമോ? കർത്താവേ, ആ വിത്ത് കളപ്പുരയിൽ നിന്ന് വാരിയെടുത്ത് വിതറാൻ, അത് വിതയ്ക്കാൻ എൻ്റെ ആയുസ് ഞാൻ നിനക്ക് തരികയാണ്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കളപ്പുരയിൽ കിടക്കുന്ന വിത്ത് ഇത്രയും നാൾ ആരും ഉപയോഗിച്ചില്ല, ആരും എടുത്തില്ല, അത് വിതച്ചില്ല. അതുകൊണ്ട് പുതിയ മുളകളുണ്ടായില്ല, പുതിയ കൃഷി നടന്നില്ല. ആ കളപ്പുരയിൽ കിടക്കുന്ന വിത്ത് അതവിടെ നിന്ന് വാരിയെടുത്ത് വിതയ്ക്കാൻ ഞാൻ എന്നെ നിനക്ക് തരുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? അടുത്ത വാക്യം. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? മരങ്ങളൊക്കെ ഉണ്ട്, ധാരാളം മരങ്ങളുണ്ട്, പക്ഷെ ഒന്നും കായ്ക്കുന്നില്ല, ഒന്നിനും ഫലം കിട്ടുന്നില്ല. എല്ലാം ഉണ്ട്, നല്ല തഴച്ച് വളരുകയാണ്, എല്ലാം തഴച്ച് വളരുന്നു, എല്ലാം ഉണ്ട്, പക്ഷേ ഫലം കിട്ടുന്നില്ല. ഉണ്ടോ? ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് ആത്മീയം എന്ന് പറയുന്ന രംഗങ്ങളിൽ എവിടെയാണ് ഫലം കായ്ക്കുന്നത്? എവിടെയാണ് ഫലം കായ്ക്കുന്നത്? അയ്യോ, പാവപ്പെട്ട ജനം വഞ്ചിക്കപ്പെടുകയല്ലേ ഇന്ന് ചെയ്യുന്നത്? വഞ്ചിക്കപ്പെടുകയല്ലേ? എന്താ, കുറച്ച് നേരം അതിനെ പറഞ്ഞേച്ച് ഒരുത്തൻ കയറി വരുന്നു, എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര ആളായി എന്ന് പറയുന്നു.
ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുക. പാവം ഇരിക്കുന്നു. എണീക്കുന്നു. നീ നടന്നോ? ആൾ നടക്കുന്നു. അപ്പോൾ ആളുകൾ അയ്യോ എന്തൊരു സന്തോഷം, എല്ലാവരും കൈയടിക്കുന്നു. എന്തൊരു വഞ്ചനയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ പേരിൽ നിന്ന് സുവിശേഷത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ പേരാണ് ഇതെല്ലാം. ആത്മീയമൊന്നുമല്ല ഇതൊന്നും. പ്രിയപ്പെട്ടവരെ, ഒരാൾ മാനസാന്തരപ്പെട്ട് ഹൃദയം കർത്താവിന് കൊടുത്ത് ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ അപ്പോൾ ദൈവം കൃപ ചെയ്ത് രോഗസൗഖ്യം കിട്ടിയെന്ന് വരും. അല്ലാതെ രോഗസൗഖ്യം കൊടുത്തിട്ട് പിന്നെ മാനസാന്തരപ്പെടാൻ പറയുകയല്ല. അതല്ല, മാനസാന്തരമൊന്നും അവരുടെ പ്രസംഗങ്ങളിലില്ലല്ലോ. രോഗസൗഖ്യം, പാവപ്പെട്ട ജനത്തിന് രോഗസൗഖ്യം വേണം. പാവപ്പെട്ട ആളുകൾ ഓടിക്കൂടുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, ഇങ്ങനെയുള്ള അപകടകരമായ രംഗങ്ങളിലേക്കൊന്നും നാം ആരും പോകരുത്. അങ്ങനെയുള്ള വഞ്ചനാപരമായ കബളിപ്പിക്കുന്ന രംഗങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. സത്യവചനത്തിൽ കൂടെ നിങ്ങൾ പോകണം. വിശുദ്ധനാകുക, ഒന്നാമത്തെ കാര്യം വിശുദ്ധനാകുക, ദൈവമായി നിരപ്പാകുക. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കളപ്പുരയിൽ നിന്ന് വിത്ത് വാരിയെടുത്ത് വിതയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങൾ അയോഗ്യരെങ്കിലും അവിടെ നിങ്ങൾ വ്യക്തിപരമായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ തിരുവചനം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഇനിയും കൂടുതൽ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിലുള്ള കഴിവുകൾ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.